കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിടെ മക്കളെ, കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമിർക്കുന്ന കുട്ടനാടൻ പുഞ്ചയെവിടെൻ്റെ മക്കളെ, പച്ചപ്പനന്തത്ത പാറിക്കളിക്കുന്ന പ്രാവുകൾ മാവുകളുമെവിടെൻ്റെ മക്കളെ, പായൽ ചുരൽ ചുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളുമെവിടെൻ്റെ മക്കളെ, ചാകര മഹോത്സവ പെരുന്നാളിലലയടിച്ചാർക്കുന്ന കടലോരമെവിടെൻ്റെ മക്കളെ, ഫാക്ടറി പുകയുറഞ്ഞാസ്മാവലിക്കാത്തൊരോക്സിജൻ വീശുന്ന നാടെവിടെ മക്കളെ, മരവും മനുഷ്യരും കിളിയും മൃഗങ്ങളും ചെടിയും ചെടിക്കാത്ത നാടെവിടെ മക്കളെ, വിഷവാദമൂതാത്ത വിഷവാണി കേൾക്കാത്ത വിഷനീർ കുടിക്കാത്ത നാടെവിടെ മക്കളെ, കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ, കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ. ഭൂമി ഇതുവരെ അതിൻ്റെ കഥ പറഞ്ഞിട്ടില്ല. ഒരു നാൾ അതതിൻ്റെ കഥ പറയും. അന്നൊരു പരാതിയായി അതിനെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഈ ലോകത്തെ ഒരു മൃഗത്തെയും കുറിച്ചായിരിക്കില്ല. മറിച്ച് അതിൻ്റെ മടിത്തട്ടിൽ ജനിച്ചു വീണ് മനുഷ്യൻ്റെ മുഴുവൻ ആവശ്യങ്ങൾക്കുമായി ദൈവം സംവിധാനിച്ചു വച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും അനുഭവിച്ചിട്ടും ആർത്തി തീരാതെ ഈ ലോകത്തിലെ ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ കോടാനുകോടി ജീവജാലങ്ങൾക്കു വേണ്ടി എന്നേക്കുമായി കരുതി വച്ചിട്ടുള്ള വിഭവങ്ങളിലേക്ക് തൻ്റെ കരാളഹസ്തങ്ങൾ ആഴ്ത്തിയിറക്കി ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ തുലച്ചു തീർത്ത മനുഷ്യനെന്ന ജീവിയെക്കുറിച്ചായിരിക്കും ഭൂമിക്ക് പരാതി പറയാനുണ്ടാവുക. പുൽച്ചാടിക്കും പഴുതാരക്കും പാമ്പുകൾക്കും പറവകൾക്കും ഈ പ്രവിശാലമായ ഭൂമിയിലെ മറ്റ് കോടാനുകോടി ചരാചരങ്ങൾക്കുമായി ദൈവം നൽകിയ വെള്ളമെന്ന മഹാ അനുഗ്രഹത്തെ ധാരാളിത്തത്തിൻ്റെ പറുദീസയിൽ തുളുമ്പിത്തെറിപ്പിച്ച് വറ്റിച്ചു തീർത്ത മനുഷ്യനെന്ന അതിനികർഷ ജീവിയെക്കുറിച്ചായിരിക്കും അതിന് പരാതി പറയാനുണ്ടാവുക. ജീവിച്ചിരിക്കുന്നതും ജനിക്കാനിരിക്കുന്നതുമായ മുഴുവൻ ചരാചരങ്ങൾക്കും വേണ്ടി സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ട മണ്ണെന്ന മറ്റൊരു മഹാ അനുഗ്രഹത്തെ കൂടുതൽ ലാഭമെന്ന ഒറ്റ സമവാക്യത്തിനു വേണ്ടി അളവിൽ കവിഞ്ഞും അളക്കാതെയും DDTയും എൻഡോസൾഫാനും തുടങ്ങി കുപ്രസിദ്ധ നാമങ്ങളിൽ അറിയപ്പെടുന്ന വിഷക്കുപ്പികളെ മണ്ണിലാഴ്ത്തി അർബുദം ഉൾപ്പെടെയുള്ള മഹാമാരികളെ മാടി വിളിക്കുന്ന മനുഷ്യനെന്ന വിവേകശൂന്യനെക്കുറിച്ചായിരിക്കും ഭൂമിക്ക് പരാതി പറയാനുണ്ടാവുക. ഭൂമിയിൽ എവിടെയും സ്വതന്ത്രമായി ലഭിക്കുന്ന വായുവിൽ ലാഭക്കൊതിയുടെ ചൂളകളിൽ നിന്നും വിഷപ്പുക ചീറ്റി ആ വായുവും മലീമസമാക്കിയ മനുഷ്യനെന്ന മഹാനീചനെക്കുറിച്ചായിരിക്കും ഭൂമിക്ക് പരാതി പറയാനുണ്ടാവുക. വിവിധ ഇനം ജീവജാതി വർഗങ്ങളും എണ്ണമറ്റ ഇനം ജന്തുക്കളും സൂക്ഷ്മജീവികളും ഇടതൂർന്നും ഇറുക്കിപ്പിടിച്ചും വളരുന്ന സസ്യലതാദികളും വാനമുട്ട ഉയർന്നു നിൽക്കുന്ന വൻ വൃക്ഷങ്ങളും ഉൾപ്പെടുന്ന ഒരു മഹാസംവിധാനമാണ് പ്രകൃതി. അതിന് കീഴൊതുങ്ങേണ്ടതിന് പകരം കീഴ്പ്പെടുത്താനും കീറിമുറിക്കാനും മനുഷ്യൻ മുതിർന്നതോടെയാണ് പ്രകൃതിയുടെ താളം തെറ്റാൻ തുടങ്ങിയത്. അമ്ലമഴകളും ആഗോള താപനവും ഓസോൻ പാളിയുടെ ശോഷണവും അതുവഴി മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന രോഗങ്ങളും
മറ്റു ദുരന്തങ്ങളും വന്നു ഭവിക്കാൻ തുടങ്ങിയതും ഈ പ്രകൃതി വ്യവസ്ഥിതിയെ മനുഷ്യൻ തകിടം മറിച്ചതിൻ്റെ ഫലമായാണ്. ഇത്തരത്തിലുള്ള ചൂഷണങ്ങളെക്കുറിച്ചും ദുരന്തങ്ങളെക്കുറിച്ചുമൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന നിരവധി സംഘടനകളും സംവിധാനങ്ങളും ദിനങ്ങളും ഇന്ന് നിലവിലുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ലോക പരിസ്ഥിതി ദിനം. എല്ലാ വർഷവും ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഈ വർഷത്തെ അഥവാ 2015-ലെ സന്ദേശം 700 കോടി സ്വപ്നങ്ങൾ ഒരു ഭൂമി ശ്രദ്ധയോടെ ഉപയോഗിക്കൂ എന്നതാണ്. മനുഷ്യൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പും പരിസ്ഥിതിയുടെ നിലനിൽപ്പും സാമ്പത്തിക ക്രയവിക്രയങ്ങളും എല്ലാം ആശ്രയിക്കുന്നത് ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങളുടെ ശ്രദ്ധയോടെയുള്ള വിനിയോഗത്തെയാണ്. പ്രകൃതിക്ക് സ്ഥായിയായി നൽകാൻ കഴിയുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ആളുകൾ ഉപയോഗിച്ചു തീർക്കുന്നത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആളുകൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് ഈ നിലക്ക് തുടരുകയാണെങ്കിൽ 2050 ആകുമ്പോഴേക്കും ഒരു 3 ഭൂമിയെങ്കിലും നമുക്ക് വേണ്ടിവരുമെന്നാണ് UN പുറത്തുവിട്ട പുതിയ പഠനങ്ങൾ പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് 3 ഭൂമിയെ ഉണ്ടാക്കാൻ സാധിക്കുക? നമ്മുടെ ഉപയോഗങ്ങൾ 3-1 ചുരുക്കുകയേ നിവൃത്തിയുള്ളൂ. ഏറ്റവും ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ വിഭവങ്ങളും എന്ന് ചുരുക്കം. പണവും മറ്റ് വിഭവങ്ങളും നമ്മുടെ കയ്യിൽ ധാരാളമുണ്ട് എന്നത് തോന്നിയ പോലെ ചിലവഴിക്കാൻ നമുക്ക് അവകാശം നൽകുന്നില്ല. ഈ വിഭവങ്ങൾ ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ മുഴുവൻ ചരാചരങ്ങൾക്ക് കൂടി ഉള്ളതാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ധാരാളം വെള്ളം ഒഴുകിപ്പോകുന്ന പുഴയിൽ നിന്നാണെങ്കിൽ പോലും ആവശ്യത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കാവൂ എന്ന നബിവചനം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇങ്ങനെ നമുക്ക് മുന്നറിയിപ്പ് നൽകുവാനുള്ള നിരവധി സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും പ്രവർത്തിക്കുവാൻ നാം ഓരോരുത്തരും മാത്രമേ ഉള്ളൂ എന്നതാണ് വാസ്തവം. അവനവന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നതാണ് ചിന്തിക്കേണ്ടത്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കലാകാം, വീണ്ടും വീണ്ടും ഉപയോഗിക്കലാകാം, ഒരു ലൈറ്റ് ഓഫ് ചെയ്യുന്നതാകാം, ഒരു മരം നടുന്നതാകാം, അങ്ങനെ എന്തുമാകാം. എന്തു തന്നെ ആയാലും പ്രവർത്തിക്കുക, അതെത്ര ചെറുതാണെങ്കിലും ശരി. ലോകം അവസാനിക്കാൻ പോവുകയാണ് എന്നറിഞ്ഞാൽ പോലും കയ്യിലൊരു തൈ കിട്ടിയാൽ അത് നട്ടു വളർത്തേണ്ടവരാണ് നമ്മളെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇനി വരുന്നൊരു തലമുറക്ക് അനുഗുണമായി മാറ്റം വരുത്തുവാൻ, പ്രകൃതിയെ തിരികെ കൊണ്ടുവരാൻ നമുക്കോരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസിലാണിന്നിവിടെ എല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വരണ്ടു പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെ എന്നൻ പിറവി എന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇവിടെ എന്നൻ പിറവി എന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇലകൾ മൂളിയ മർമരം, കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ അങ്ങു നിലച്ചു കേൾപ്പത് പൃഥ്വി തന്നുടെ നിലവിളി. നിറങ്ങൾ മായും ഭൂതലം, വസന്തമിങ്ങു വരാത്തിടം. നിറങ്ങൾ മായും ഭൂതലം, വസന്തമിങ്ങു വരാത്തിടം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം.
നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞുമൂടിയ പാഴ്നിലം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? സ്വാർത്ഥ ചിന്തകളുള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരുവോർ ചുട്ടെരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നെ നന്മകൾ? നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം. നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം. ഒരുമയോടെ നമുക്കു നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ. ഒരുമയോടെ നമുക്കു നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? പെരിയ ഡാമുകൾ രമ്യഹർമ്മ്യം അണുനിലയം യുദ്ധവും. ഇനി നമുക്കീ മണ്ണിൽ വേണ്ടെന്നൊരു മനസ്സായി ചൊല്ലിടാം. വികസനം അതു മർത്യ മനസ്സിൽ അതിരിൽ നിന്നു തുടങ്ങിടാം. വികസനം അതു മർത്യ മനസ്സിൽ അതിരിൽ നിന്നു തുടങ്ങിടാം. വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം. വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ?